എന്താ മാളു? എനിക്ക് അരുണേട്ടനെ ഉടനെ ഒന്ന് കാണണം. എന്തിനാ? എന്നെ ഇവിടെ വന്നൊന്ന് കൂട്ടിക്കൊണ്ടു പോവോ? എങ്ങോട്ട്? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. എന്റെ വീട്ടിലേക്ക് വരാനാണെങ്കിൽ ഞാൻ വരില്ല. കാർത്തുവുമായിട്ട് മാള് കൂട്ടുകൂടുന്നത് ആർക്കും ഇഷ്ടമല്ല. അപ്പച്ചിക്കും കണ്ണേട്ടനും ഒന്നും. എനിക്കും നിന്നെ ഭയമാണ്. അരുണേട്ടൻ ഒന്നിങ്ങോട്ട് വരുമോ? കാർത്തുവിനെ കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങോട്ട് വരണോന്നും ഞാൻ പറഞ്ഞില്ല. എനിക്കിത്തിരി ജോലി തിരക്കുണ്ട്. എന്തായാലും നീ വിളിച്ചല്ലേ, ഞാൻ വരാം. ശരി അരുണേട്ടാ, ഞാൻ കാത്തിരിക്കാം. എന്താ മോളെ? എനിക്ക് അരുണേട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ പറയാനുള്ളത്? അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. എന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം അരുണേട്ടൻ ഇപ്പൊ പറയണം. ഞങ്ങൾ മക്കളെ പോലെ രണ്ടാമതാക്കിയിട്ട് കാർത്തുവെച്ച് എന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ സ്നേഹിക്കാനുള്ള കാരണം എന്താ? അതിന്റെ കാരണമൊക്കെ പലതവണ എല്ലാവരും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാ. ആ കാരണം മാത്രമാണോ ഈ സ്നേഹത്തിന് പിന്നില്? അതെ. ഒരിക്കലും അല്ല. അരുണേട്ടൻ എല്ലാം അറിയാം, എന്നിട്ടും പലതും മറച്ചു വെക്കാം. എന്തറിയാന്നാ നീ പറയുന്നേ? എനിക്കറിയാവുന്നതൊക്കെ. എന്നുവെച്ചാ? ഇനിയിപ്പോ അരുണേട്ടൻ ഒന്നും അറിയില്ലെങ്കിൽ അറിഞ്ഞു. കാർത്തു ചേച്ചി ആരാണെന്ന്. കാർത്തു ചേച്ചി എന്റെ സ്വന്തം ചേച്ചിയാ. എന്നേക്കാൾ മുന്നേ എന്റെ അമ്മ പ്രസവിച്ചതാ കാർത്തു ചേച്ചി. കുറച്ചുകൂടെ അറിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് തന്നെ. പ്രസവിച്ച അമ്മ കാർത്തു ചേച്ചി കാട്ടിലെറിഞ്ഞ കഥയൊക്കെ. അതെന്റെ അമ്മയായിരുന്നു. അതറിയാതെ കാർത്തു ചേച്ചി പ്രസവിച്ച അമ്മ മഞ്ചേച്ചിക്കൊപ്പം നിന്ന് ഞാൻ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. നീ ഇതൊക്കെ എവിടുന്ന് അറിഞ്ഞേ? അരുണേട്ടൻ അറിഞ്ഞതുപോലെ ഞാനും അറിഞ്ഞു, അത്രേ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ലേ? മുത്തച്ഛൻ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എനിക്ക് കാർത്തു വെച്ച് കരള് ദാനമായി തന്നപ്പോ മുതല് എന്റെ സംശയം ബലപ്പെട്ടു. ഒരേ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ഞങ്ങള് ചേച്ചിയോ അനിയത്തിയാണോന്ന് ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാ അമ്മയുടെ മുത്തച്ഛന്റെ സംസാരം കേൾക്കാൻ പലപ്പോഴും ഞാൻ ശ്രമിച്ചത്. അങ്ങനെ ശ്രദ്ധിച്ചപ്പോ ഇതുമാത്രല്ല, മറ്റൊന്നുകൂടി അറിഞ്ഞു. അത് അരുണേട്ടനെ അറിയുമെന്ന് എനിക്കറിയില്ല. അവരുണ്ടല്ലോ എന്റെ ചേച്ചി എന്ന് പറയുന്നവര്, അവരെന്റെ ചേച്ചിയല്ല. അവരാണ് ശരിക്കും അനാഥ.
കണ്ണേട്ടനോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു. എല്ലാം അറിഞ്ഞായിരുന്നു അല്ലേ? എന്നിട്ടാണോ ഒറ്റയ്ക്ക് വീട് വിട്ട് വന്നതും നാഗക്ഷത്രത്തിൽ പോയതും കാർത്തൂനെ കണ്ടതും ഒക്കെ? അതെ. ഓ, ഇനി എനിക്കൊന്നും പറയാനില്ല. മോളിപ്പോ കാർത്തൂനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാ. എന്താ ഇത്? എന്റെ ചേച്ചിയെ കാട്ടിക്കളയാതെ കൊണ്ടുപോയി നല്ല രീതിയിൽ വളർത്തിയതിന് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല. അച്ഛനമ്മമാര് മക്കളെ വളർത്തുന്നത് നന്ദി പ്രതീക്ഷിച്ചിട്ടുണ്ടല്ല മോളെ, അത് അവരുടെ കടമയാ. ഇവിടെ അതേ സംഭവിച്ചിട്ടുള്ളൂ. കണ്ണേട്ടാ കണ്ണേട്ടാന്ന് എന്റെ കാർത്തു എന്നെ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ ശരിക്കും മോളുടെ അച്ഛനും അമ്മയൊക്കെയാ. പവിത്ര വന്നതിന് ശേഷം അമ്മയുടെ സ്ഥാനം അവളെ ഏറ്റെടുത്തു. പക്ഷെ അതിനു മുമ്പ് ഞാനായിരുന്നു എന്റെ കുട്ടിക്കല്ല. അതുകൊണ്ടാ മോൾ എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്. കുറെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാർത്തൂനെ ആരെയും വെറുക്കാനാവില്ല മോളെ, സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഒരിക്കലും കാർത്തു വെച്ച് ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കില്ല. സത്യത്തിൽ ഞങ്ങളൊക്കെ കരുതിയത് കാർത്തു മോളുടെ അമ്മയുടെ മകളാണെന്നറിയുമ്പോ മോള് രണ്ടുപേരെയും വെറുക്കുന്ന, മോളുടെ അമ്മയും കാർത്തൂനെയും. എന്റെ സ്വന്തം ചേച്ചിയല്ലേ കാർത്തു ചേച്ചി, പിന്നെ എന്തിനാ ഞാൻ വെറുക്കുന്നത്? ചില കുട്ടികൾ അങ്ങനെയാ മോളെ. അവരുടെ അച്ഛനമ്മമാർക്ക് മറ്റൊരു കുഞ്ഞുണ്ടുണ്ടെന്ന് അറിയുന്നത് സഹിക്കാൻ പറ്റില്ല. അപ്പച്ചിക്ക് കാർത്തൂനോടുള്ള അടുപ്പാണ് മാളന് സംശയം ഉണ്ടാക്കിയത്. അതിപ്പോ മോക്ക് മാത്രമല്ല, മറ്റു പലർക്കും അതിൽ സംശയമുണ്ട്. എന്റെ വീട്ടിൽ തന്നെ പവിത്രയും അമ്മയൊക്കെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, പരിസരം മറന്ന് മോളുടെ അമ്മ കാർത്തൂനെ സ്നേഹിക്കരുതെന്ന്. അത് പറഞ്ഞാൽ കേക്കില്ല. അതെങ്ങനെ കേൾക്കും കണ്ണേട്ടാ? 10-23 വർഷം ചേച്ചിയെ കാണാതെ ജീവിച്ചതല്ലേ അമ്മ. ചേച്ചിയെ കാട്ടിക്കളഞ്ഞതിന്റെ കുറ്റബോധത്തില് അമ്മയ്ക്ക് ഇങ്ങനൊരു ഭൂതകാലം ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പിന്നെ എല്ലാ തൃക്കാർത്തിക ദിവസം വിളക്ക് വെക്കുമ്പോ അമ്മ കരയുന്നത് കണ്ടിട്ടുണ്ട്. അതേപ്പറ്റി ചോദിക്കുമ്പോ അമ്മയുടെ ഏതോ അടുത്ത കൂട്ടുകാരി മരിച്ച ദിവസമാണെന്ന് പറയായിരുന്നു. മുത്തച്ഛനും അതെന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി, കാർത്തിക വിളക്ക് തെളിക്കുമ്പോ അന്ന് കാട്ടിക്കളഞ്ഞ ചോരക്കുഞ്ഞിന്റെ മുഖം അമ്മ വല്ലത് അലട്ടുന്നുണ്ടായിരുന്നു എന്ന്. കഥകള് ഇനിയും ഒരുപാട് മാളും അറിയാനുണ്ട്. അമ്മയുടെ കഥകളൊന്നും എനിക്ക് അറിയണ്ട. അമ്മയെ വഞ്ചിച്ച ആളെ പറ്റിയും അറിയണ്ട. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ കിട്ടിയല്ലോ. പക്ഷെ നിന്റെ ഈ അടുപ്പം മഞ്ജു അടുത്ത് സഹിക്കില്ല മാളു. സഹിക്കില്ലെങ്കിൽ വേണ്ട. ഇനി കാർത്തു ചേച്ചി ആരും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മഞ്ജു ചേച്ചി വീട്ടിലേക്ക് വരികയാണെങ്കിൽ എന്ന് മറുപടി കൊടുക്കണമെന്ന് എനിക്കറിയാം. ദയവ് ചെയ്ത് ഇനി എന്നെ നിങ്ങളാരും സംശയിക്കാതിരുന്നാ മതി. ഇനി ഒരു സംശയമില്ല ഞങ്ങൾക്ക്. മോളുടെ അമ്മ കാർത്തൂനെ തിരിച്ചറിഞ്ഞപ്പോഴും ഇവരെല്ലാരും സംശയിച്ചതാ. പക്ഷെ ഞാൻ മാത്രം അപ്പോഴും പറഞ്ഞു, കാർത്തൂന് ഇനി മോളുടെ അമ്മ അടക്കി പിടിക്കുകയുള്ളൂ. കാരണം സ്വന്തം അമ്മ മകളെ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ സ്നേഹം തുടങ്ങിയതേ. കാർത്തു ചേച്ചിയും കൂട്ടി കണ്ണേട്ടനും പൗത്രയെടുത്തേയും വരണം ഇടയ്ക്കിടയ്ക്ക് വീട്ടിലോട്ട്. ഞങ്ങള് വന്നില്ലെങ്കിലും കാർത്തു അങ്ങെത്തും. സ്നേഹിക്കുന്നവരുടെ അരികിലേക്ക് ഓടിയെത്താൻ മോക്ക് ഭയങ്കര ഇഷ്ടാ. എന്നാ ഞങ്ങൾ പോട്ടെ കണ്ണേട്ടാ. അപ്പച്ചിയൊക്കെ ആകാംക്ഷയല്ല. എന്തിനാ ഇവൾ എനിക്കൊപ്പം വന്നതെന്ന് അവർക്ക് ആർക്കും അറിയില്ല. അപ്പച്ചി ഇനി എതിർക്കും. കാർത്തുവും മാളും തമ്മിൽ കാണുന്നതിനെ വിമർശിക്കും. നമുക്ക് സത്യം പാവ അപ്പച്ചിയോട് പറയാൻ പറ്റില്ലല്ലോ. പോയിട്ട് വരാൻ കണ്ണേട്ടാ. ശരി മോളെ. നല്ല തണുപ്പുള്ള രാത്രിയായിരുന്നു അത്. കാട്ടിൽ കൂടെ വന്നപ്പോ തണുപ്പ് ഇരട്ടിച്ചു. ആ സമയത്ത് സത്യം പറഞ്ഞാൽ കാട്ടിലൂടെ സഞ്ചരിക്കുന്നത് വലിയ അപകട. എന്നിട്ടും പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടിയാ ആ വഴി തെരഞ്ഞെടുത്തത്. അപ്പോഴാ കാർത്തൂനെ കണ്ടതും മോളെ ഞാൻ എടുത്തോണ്ട് വന്നത്. അന്ന് കാർത്തിക വിളക്ക് വെക്കുന്ന ദിവസമായതുകൊണ്ട് പിന്നെ മോളുടെ പിറന്നാൾ ദിവസം ഓർമ്മയിൽ നിൽക്കുന്ന ദിവസമായി. ഇപ്പൊ അടുത്ത തൃക്കാർത്തികയായി. അത് ഇത്തവണ ആഘോഷിക്കേണ്ടത് അവിടെ വെച്ചാ, അരുണിന്റെ അപ്പച്ചിയുടെ വീട്ടിൽ വെച്ച്. അപ്പച്ചിക്ക് ഇതറിയുമ്പോ വലിയ സന്തോഷായിരിക്കും. അങ്കിളിനും അങ്ങനെ തന്നെ.
പപ്പേട്ടൻ വരുന്നു. സ്വാമി ശരണം. പപ്പേട്ടൻ മാല ഇട്ടോ? ആ, കുറച്ചു ദിവസമായി വ്രതം തുടങ്ങിയിട്ട്. ഇന്നാ മാല ഇട്ടത്. ഇത്തവണ കണ്ണ വരുന്നില്ല. നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാനങ്ങ് പോവാന്ന് കരുതി. പപ്പ, ഇത്തവണ കാർത്തികേ കാർത്തൂന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് അരുണിന്റെ അപ്പച്ചിയുടെ വീട് വെച്ച് അതങ്ങ് നടത്താൻ ഞാൻ പറയായിരുന്നു. എന്തോ എനിക്കതിനോട് യോജിപ്പില്ല. ഇതുപോലെ ദീപാവലി ആഘോഷിക്കാൻ പോയതാ കാർത്തു. അന്ന് നടന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇപ്പൊ സ്നേഹം നടിച്ചെത്തിയ മാളും ആ കുട്ടിയുടെ ചേച്ചിക്കൊപ്പം എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടന്നു വരും ഈ പിറന്നാൾ ആഘോഷത്തില്. നമുക്കേ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സ്നേഹമുണ്ട്. അതായിരുന്നു അരുണിന്റെ അപ്പച്ചിക്ക് കാർത്തൂനോടുള്ള സ്നേഹം. എന്നാ മാളുവിന്റെ സ്നേഹം അതെന്തോ എനിക്കങ്ങോട്ട് ദഹിച്ചിട്ടില്ല. കണ്ണന്റെ അമ്മ എല്ലാത്തിനും കുറ്റം കണ്ടുപിടിച്ച് നടക്കുന്ന കൂട്ടത്തില. എന്നാ പവിത്ര അങ്ങനെയല്ല. അവള് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ട് സംസാരിക്കുന്ന കൂട്ടത്തില. ആ പവിത്ര പോലും മാളുവിന് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാർത്തൂന്റെ പിറന്നാളിനെ പറ്റി പറയുമ്പോ എന്തായാലും അത് ആഘോഷിക്കണമെന്ന് അപ്പച്ചിക്കുണ്ടാവും. അത് മറ്റാരേക്കാളും. ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അരുണിന്റെ അപ്പച്ചി ഇങ്ങനെ കാർത്തൂനെ സ്നേഹിക്കാനുള്ള കാരണം എന്താ? അല്ല, എന്റെ ഇതേ ചോദ്യം കുറെ നാൾ അരുൺ സാറിന് ചോദിച്ചോണ്ട് നടന്ന ദൈവനോട്. ഇപ്പോഴെന്തോ അരുൺ സാറിന് ഉത്തരം കിട്ടിയ പോലെ നിങ്ങളുടെ സംസാരം. അവിടെ ഞാൻ പൊട്ടനാട്ടം കാണുന്ന പോലെ നിൽക്കുക. ഇവന്റെ അമ്മ ഉൾപ്പെടെ പലരും ചോദിച്ചു, അന്ന് കാർത്തൂനെ കാട്ടിൽ കളഞ്ഞത് അരുൺ സാറിന്റെ അപ്പച്ചിയാണോ എന്ന്. അല്ല, അങ്ങനെ ചില സംശയങ്ങൾ എനിക്കിപ്പോ ഇല്ലാതില്ല. നീ കൂടുതൽ കടന്ന് ചിന്തിക്കണ്ട. ഞാൻ കാർത്തൂനെ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ അരുണിന്റെ അപ്പച്ചി കാർത്തൂനെ സ്നേഹിക്കുന്നു. അത്ര മാത്രം കരുതിയാ മതി. അതുകൊട്ടെ, ഇപ്പൊ പിറന്നാളിന്റെ കാര്യം എങ്ങനെ അരുണേ? അപ്പച്ചിയുടെ വീട്ടിൽ വെച്ച് നടത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ കണ്ണേട്ടൻ പറയുന്നിടത്ത് വെച്ച് നടത്താം. ഇത്രയും നാള് കാർത്തൂന്റെ പിറന്നാള് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾക്ക് അതിൽ പങ്കുകൊള്ളണം നിർബന്ധമില്ല. പിന്നെ ഇനിയിപ്പോ കാർത്തൂന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അരുണാ, പിന്നെ അരുണിന്റെ അപ്പച്ചി. അതുകൊണ്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തണം. അതിനൊപ്പം ഞങ്ങൾ നിൽക്കും. ഞാൻ ഏതായാലും അപ്പച്ചി ഒന്ന് കാണാം, എന്നിട്ട് ഈ കാര്യം പറയാം. അപ്പച്ചിക്കും മുത്തച്ഛനും എന്തായാലും ഇതൊക്കെ ആഘോഷിക്കണമെന്നുണ്ടാവും. ഇപ്പൊ എല്ലാ ആഘോഷവും അരുണിന്റെ മുത്തച്ഛന്റെ വീട്ടിൽ വെച്ചല്ലേ നടക്കുന്നത്. അവിടെ തന്നെ വേണമെങ്കിൽ ഇത്തവണ പിറന്നാളാഘോഷം നടത്താം. അപ്പച്ചിയോട് സംസാരിച്ചിട്ട് എന്ത് വേണം തീരുമാനിക്കാൻ കണ്ണേട്ടാ. ഞാൻ പോയിട്ട് വരാം. അപ്പേട്ടാ. കണ്ണാ, ഇത്രയും കാലം നീ പലതും എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഇടയ്ക്ക് ദീപന്റെ ഒരു ഏട്ടനെ കുറിച്ച് നീ അരുൺ സാറെ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ദീപനോട് ചോദിച്ചപ്പോ നിന്നെ കണ്ടതിന് ശേഷം അവന്റെ ഏട്ടൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയെന്നും പറഞ്ഞു. സത്യത്തിൽ ഇവരൊക്കെ ആരാ? അരുൺ സാറിന്റെ അപ്പച്ചിയെ ഈ പറയുന്ന ഡോക്ടർ ജീവനെയൊക്കെ നിനക്ക് മുൻപരിചയമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അറിയാതിരിക്കില്ലല്ലോ. ഇനിയെങ്കിലും സത്യം പറ കണ്ണ. സ്വന്തം അമ്മയല്ലാതെ ആരും ഒരു പെൺകുട്ടി ഇത്രയധികം സ്നേഹിക്കില്ല. കാർത്തൂന്ന് വെച്ചാ അരുൺ സാറിന്റെ അപ്പച്ചിക്ക് സ്വന്തം മക്കളെക്കാളും ജീവനാ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു, അന്ന് കാട്ടിൽ കാർത്തൂനെ കളഞ്ഞത് അരുൺ സാറിന്റെ അപ്പച്ചിയാണെന്ന്. ഈ സമയത്ത് അതൊന്നും പാടില്ലാത്തതാണല്ലോ. നിന്നെ ഞാൻ വിളിക്കാം. സമയവും സന്ദർഭവും ഒത്തുവരുമ്പോ ഞാൻ അങ്ങോട്ട് വരാം. ഇനിയിപ്പോ അധികം പുറത്തു ചുരുളൊന്നും വേണ്ട. കുഞ്ഞു പൂർണ്ണ വളർച്ച എത്തിക്കൊണ്ടിരിക്കുക. ആ ഓർമ്മ നിനക്ക് വേണം. അതുകൊണ്ട് ഇനി റെസ്റ്റാണ് ആവശ്യം. അപ്പൊ അതേപ്പറ്റിയൊക്കെ ചിന്തയുണ്ട്. ഭാഗ്യം. ശരി, ഞാൻ വയ്ക്കുവാ. ഹലോ ഹലോ ഹലോ. ആരോടാ നീ സംസാരിച്ചത്? അത് പിന്നെ എന്റെ ഒരു കൂട്ടുകാരിയോടാ. എന്താ കൂട്ടുകാരുടെ പേര്?
ദീപിക. ദീപിക. അങ്ങനെ ഒരു പേര് ഒരുപാട് തവണ ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ആ, അങ്ങനെ പലതും പറഞ്ഞിട്ടുള്ളതാണ്. എന്തോ ഉണ്ണിയേട്ടന്റെ സംസാരത്തിലൊരു കുത്തല് പോലെ. എന്തോ അർത്ഥം വെച്ചാണല്ലോ ഉണ്ണിയേട്ടൻ സംസാരിക്കുന്നത്. ഞാനൊന്നും അർത്ഥം വെച്ച് സംസാരിക്കുന്നില്ല. എന്റെ മനസ്സ് ശുദ്ധമാണ്. ഞാൻ ഇന്നുവരെ നിന്റെ അടുത്ത് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അതെനിക്കറിയില്ല. അപ്പൊ ഉറപ്പില്ല. ഞാൻ കള്ളം പറയുന്നെങ്കിൽ എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ രണ്ടാളും രണ്ടു വഴിക്ക് പോകുന്നതാ നല്ലത്. പോകാൻ എനിക്ക് വീടില്ല, ജീവിക്കാൻ ഒരു ജോലിയില്ല. ഈ പറമ്പിൽ കപ്പ നട്ടപ്പോ കരണമാമ എന്നോട് പറഞ്ഞിരുന്നു, എന്റെ അധ്വാനം ചിലപ്പോ വേസ്റ്റായി പോകുന്നു. കപ്പ നട്ടു നനച്ച് വളർത്തുന്നത് ഞാനാണെങ്കിലും പിഴുതെടുക്കുന്നത് മറ്റാരെങ്കിലും ആയിരിക്കുമെന്നും പറഞ്ഞിരുന്നു. അങ്ങേരുടെ തലയ്ക്ക് ഓളോ. അത് മാറാൻ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കൊടുക്ക്. നിങ്ങളൊരു മരുന്ന് കുറിച്ചു കൊടുത്താ അതോടെ അങ്ങേര് തീരും. അത്രയ്ക്ക് കൈപ്പൊണ്ടുള്ള കൈയാണല്ലോ. എന്റെ പല വിശ്വാസങ്ങളും തകരുവാണെന്നൊരു സംശയം. ദേ, ദാമ്പത്യത്തിൽ സംശയം ഉണ്ടായിക്കഴിഞ്ഞാ പിന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാ. ഞാൻ ഒരിക്കലും ഉണ്ണിയേട്ടനെ അറിഞ്ഞോണ്ട് വഞ്ചിച്ചിട്ടില്ല. അറിയാതെ വഞ്ചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവ് നിരത്ത്. ആ തെളിവിൽ കാര്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഒരവസാന തീരുമാനം ഉണ്ടാക്കാം. പലരും നിന്നെക്കുറിച്ച് പലതും പറഞ്ഞു. മാതാപിതാക്കൾ സ്വന്തം മക്കളെക്കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വളരെ അപൂർവമാണ്. ഇവിടെ അതും സംഭവിച്ചു കഴിഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ നിന്നെ ന്യായീകരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ എന്റെ കണ്ണിൽ എന്തെങ്കിലും കണ്ട, നീ പറയുന്നത് ഞാൻ കേട്ടാ, അതെനിക്ക് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും കണ്ടോ? എന്തെങ്കിലും കേട്ടോ? ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. ഇന്നേ വരെയുള്ള എന്റെ ജീവിതം പരിശോധിച്ച കണ്ണേട്ടന്റെ തണലിൽ കഴിഞ്ഞപ്പോഴേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. നിന്നെ വിവാഹം കഴിച്ച ശേഷം ഒരു യന്ത്രത്തെ പോലെയായിരുന്നു ഞാൻ. നീ സ്വിച്ചിടുമ്പോ ഓടുന്നൊരു യന്ത്രത്തെ പോലെ. വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടല്ലോ സംസാരത്തില്. തീർച്ചയായും. ആരെന്നെ തള്ളി പറഞ്ഞാലും നീ അത് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. താൻ പോന്നെങ്കിൽ ഇറങ്ങി പോടും. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ദീപൻ ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ വരാറുണ്ടോ? അയ്യോ, ഉണ്ടെന്നൊരു1000 തവണ പറഞ്ഞു കഴിഞ്ഞു. ഒരു ദിവസം അവനെ അവള് വിളിച്ച് സൽക്കരിച്ചപ്പോ മോനെ വിളിച്ച് കാണിച്ചതുമാണല്ലോ. അതുപോലെ തന്നെ മോന്റെ മാമൻ മോനെയും കൂട്ടി വന്നപ്പോ അവനിവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ മുറി കയറിയപ്പോ അവളുടെ അവന്റെ ഭാഗ്യത്തിന് കണ്ണിപ്പെട്ടില്ല. നിങ്ങളൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. പകുതിയെങ്കിലും വിശ്വസിക്കാലോ. ഇത് നീ ഒട്ടും വിശ്വസിക്കുന്നില്ല, അതാ കുഴപ്പം. എന്റെ മോനെ, ഒരമ്മമാരും മക്കളെ ദുഷിക്കത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥ. ആ സുന്ദരിയെത്തിയല്ലോ. ശരത്ത് തിരികെത്തിച്ചു. ആ കണ്ണേട്ടനും പവിത്രയെടുത്തേയും വരാത്തതിന്റെ സങ്കടമുണ്ട് കാർത്തുവെച്ചിക്ക്. അതിന് സങ്കടപ്പെട്ടിട്ട് എന്താ മോളെ കാര്യം? എത്ര വിളിച്ചിട്ടും അവരാരും വന്നില്ലല്ലോ. എല്ലാ പിറന്നാളിനും എന്റെ അരികിൽ നിൽക്കുന്നവരാ കണ്ണേട്ടനും പവിത്രയെടുത്തേയും ഒക്കെ. സാരമില്ല മോളെ, അടുത്ത പിറന്നാളിന് കണ്ണനില്ലാതെ നമ്മൾ പിറന്നാള് കൂടില്ലാന്ന് തറപ്പിച്ചങ്ങ് പറയണം. അതോടെ അവരൊക്കെ വന്നോളും. ഇത്തവണ ഇങ്ങനെയങ്ങ് പോട്ടെ. വയസ്സ് 24 അടുത്ത പിറന്നാളിന് കണ്ണേട്ടനും പവിത്രയെടുത്തേയും മാത്രം പോരാ, മോളുടെ കയ്യിൽ ഒരാൾ കൂടി വേണം. കാർത്തേച്ചി കേക്ക് കെട്ടി. മഞ്ജു അനന്തും കൂടി വന്നിരുന്നെങ്കിൽ എല്ലാം ആയനെ. നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോ എന്തെങ്കിലും ഒരു കുറവ് വേണ്ട ശരത്തേ. ആ മോള് കേക്ക് മുറിക്കേ.
ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഡിയർ മോളെ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യം അപ്പച്ചിക്ക് കൊടുക്ക. അയ്യോ അല്ല, നിനക്കാ തരേണ്ടത്. തർക്കം വേണ്ട, മുത്തശ്ശന് ആദ്യം കൊടുക്കുമോളെ. ഇനി അപ്പച്ചിക്ക് കൊടുക്ക, അത് കഴിഞ്ഞ് എനിക്ക് എന്നാ മതി. അതെ, മഞ്ജു തന്നെയാ. എന്നെ അനന്തുവേട്ടനെ ഒഴിവാക്കിയിട്ടും എല്ലാരും കൂടി ആഘോഷിക്കുക. ഇതുവരെ കാണാത്ത ഒരു ബർത്ത്ഡേ. ഞങ്ങൾ 2 മക്കളുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾക്ക് തോന്നിയോ ഈ രീതിയിൽ ഒരു കേക്ക് നിരത്തി വെച്ച് മുറിക്കാൻ? തോന്നിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ കുഞ്ഞുനാളിൽ എങ്ങാണ്ട് പിറന്നാൾ ആഘോഷിച്ചതാ. അതിനുശേഷമോ പേരിനൊരു കേക്ക് മുറിക്കും. അല്ലാതെ അലങ്കാരങ്ങളും ഇല്ല, ആഘോഷങ്ങളും ഇല്ല. ആര് പറഞ്ഞില്ലെന്ന്? എല്ലാ പിറന്നാളിനും നല്ല രീതി തന്നെ നിങ്ങൾ 2 ആളിന്റെ ആഘോഷിച്ചിട്ടുള്ളത്. എന്നാലും ഇത്രയും ഗംഭീരാക്കിയിട്ടുണ്ടോ ആ ദിവസം? ഇല്ല, സമ്മതിച്ചു. പക്ഷേ കാർത്തു അരുണിന്റെ ഭാര്യയായി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാള്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ആ ചടങ്ങ് ഗംഭീരമാക്കിയത്. ആരാ ശരിക്കും മുത്തച്ഛന്റെ കൊച്ചുമക്കള്? നമ്മള് 3 ആളും കൊച്ചുമക്കളാ. അരുണേട്ട കൊച്ചുമോനാണെങ്കിൽ അരുണേട്ടന്റെ ഭാര്യ കൊച്ചുമകള് തന്നെയാ. നിന്റെ അനിയത്തിക്കുള്ള വിവരം പോലും നിനക്കില്ല. അതാ നിന്റെ കുഴപ്പം. എനിക്ക് വിവരമില്ല. എന്നാ ദേ നിൽക്കുന്ന ഒരുത്തൻ, ഇവന് വിവരമുണ്ടല്ലോ. ഇവന്റെ ഭാര്യയുടെ പിറന്നാള് ഇവന്റെ വീട്ടിൽ വെച്ച് നടത്താൻ മേലായിരുന്നോ? ഞങ്ങൾക്കേ ഇവിടെ വെച്ച് നടത്താനാ തോന്നിയത്, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. എന്റെ അമ്മായി ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ കാർത്തൂന് പിറന്നാൾ ഇവിടെ വെച്ച് ആഘോഷിക്കുമ്പോ ഞാൻ പിന്നെ നിന്റെ അടുത്തിട്ട് വരണോ? വരുന്നില്ലല്ലോ. ഇപ്പൊ എന്റെ അമ്മായിയുടെ പൊടി പോലും കാണാനില്ലല്ലോ. അവിടെ വന്നാല് എന്തായിരിക്കും പുകലെന്ന് എനിക്കറിയാം. ഇപ്പോഴെനിക്ക് മനസമാധാനമുണ്ട്.